ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ കൊല്ലം തേവലക്കര സ്കൂളിൽ മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുൻ എന്ന് പറയുന്ന മോൻ്റെ വേർപാട്. ദാരുണമായ ആ ഒരു വേർപാട് ഷോക്കടിച്ചിട്ട്, ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കടിച്ചിട്ട് അതൊരു സ്കൂളിൽ വെച്ചിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. നമ്മളുടെ കൂടെ നമ്മുടെ മക്കൾ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. ബാക്കി ഫുള്ള് സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ ആയിട്ടാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ കളിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും അപകടകരമായ അവർ കളിക്കുന്നതിനിടക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു അപകടകരമായൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം പോലും മാറ്റി വെക്കാതെ, ഒരു ദിവസത്തേക്ക് ഒഴിവൊഴിവ് വെക്കാതെ നമ്മൾ ആ സ്പോട്ടിൽ അത് അവിടെ നിന്ന് മാറ്റിയിരിക്കും. അവർക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സംഭവം നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റിയിരിക്കും, ആ സ്പോട്ടിൽ മാറ്റും. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ ഒരു ഷെഡിൻ്റെ മുകളിൽ കൂടി ഇത്രയും ഒരു 3 ഫേസ് ലൈൻ കടന്നു പോയിട്ട് ഊഞ്ഞാല് പോലെ കിടക്കുന്നുണ്ട്. അത് കടന്നു പോയിട്ട് ഒരു പൈപ്പ് അതിനിടാനായിട്ട് എത്ര രൂപ വേണം? ഒരു പൈപ്പ് അതിലിട്ട് കൊടുക്കാനായിട്ട് എത്ര രൂപ വേണം? കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണ്. ഒന്നാമത്തേത് മഴക്കാലം. ഈ ഒരു ന്യൂസിൽ നമ്മൾ കേട്ടതാണ്, ചില അധികാരപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് കുഞ്ഞ് അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറിയത് കൊണ്ടല്ലേ അപകടം ഉണ്ടായതെന്ന്, അല്ലെങ്കിൽ അതിൽ മുട്ടില്ലായിരുന്നെന്ന്. അങ്ങനെ ഒരു ന്യായം പറയേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് ഇവിടെ വില. കുഞ്ഞിൻ്റെ ജീവൻ ആദ്യം വില കൊടുക്കുക. 13 വയസ്സുള്ള ഒരു കൊച്ച് മുകളിൽ കയറി, ഒരു ഡെസ്കും വലിച്ചിട്ട് മുകളിൽ കയറി, അതിന് കൈ കൊണ്ട് മുട്ടാവുന്ന രീതിയിൽ ഈ ലൈൻ അവിടെ ഉള്ളതല്ല കുഴപ്പം, കുഞ്ഞ് വലിഞ്ഞ് കയറിയതാണ് ഇപ്പോൾ കുഴപ്പമായത്. അല്ലെങ്കിൽ മുകളിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അത് അടച്ചു വെക്കുക, താഴെയെങ്കിലും അടച്ച് വെച്ചിരിക്കണം. ഒരു മുകളിൽ അത്രയും അപകടമുള്ള ഒരു 3 ഫേസ് ലൈൻ കടന്നു പോകുമ്പോൾ കുട്ടികൾ അതിലേക്ക് ടച്ച് ചെയ്യുക പോലും ചെയ്യാത്ത രീതിയിൽ മറയ്ക്കണമായിരുന്നു. താഴെ ലൈൻ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ലൈനിന് പൈപ്പ് ഇടാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ മറയ്ക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നേരെ അത് അവിടെ മാത്രമല്ല പോകുന്നത്, സ്കൂൾ കെട്ടിടത്തിൻ്റെ ചുറ്റിനുമൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മൊത്തം മൊത്തം ലൈനാണ് സ്കൂൾ മൊത്തം. പൂട്ടിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ കുഞ്ഞുങ്ങളുടെ ജീവന് ഏറ്റവും നല്ലത് അതാണ്. അത് അടച്ചിടുന്നത്. ഒന്നാമത്തെ മഴക്കാലം, പൊട്ടി വീണാൽ മതിയല്ലോ, മുകളിൽ വലിഞ്ഞു കയറണമെന്നില്ല. താഴെ നനഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഒരു കമ്പ് വെച്ച്, അത്യാവശ്യം കമ്പ് വെച്ച് ഒന്ന് ആ ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യും. അല്ലാതെ കുഞ്ഞുങ്ങൾ മുകളിൽ കയറണമെന്നില്ല. ഇനി അത് അവിടെ പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത കുട്ടി അവിടെ വരണം. ലൈനിൽ ടച്ച് ചെയ്ത് അടുത്ത കുട്ടിയുടെ ജീവൻ കൊണ്ടാണ് അടുത്ത കുട്ടിയുടെ ജീവൻ അവിടെ പൊലിഞ്ഞാലേ ഇനി വീണ്ടും അടുത്ത നടപടി വരുള്ളൂ. ഓരോ നടപടികൾ എടുക്കുന്നതിനും ഓരോ കുട്ടികളുടെയും ഓരോ മനുഷ്യൻ്റെയും ജീവൻ കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നാട് പോയിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചു മുകളിൽ കയറിയത് കൊണ്ട് ഷോക്കടിച്ച്, ഇനി താഴെ നിന്ന കുട്ടി അത് കമ്പ് കൊണ്ട് ടച്ച് ചെയ്താലും ഷോക്കടിക്കുക. അപ്പോൾ പിന്നെ കമ്പെടുത്ത് പൊക്കിയതായിരിക്കും കുറ്റമായിട്ട് കാണുന്നവർ. അല്ലാതെ അതിന് നടപടി എടുക്കണമെന്നില്ല, അതിന് പൈപ്പ് ഇടുക, അത് വല്ലതും ചെയ്യണമെന്നല്ല. PTA മീറ്റിംഗ് എന്തിനാണ് ഉള്ളത്? PTA മീറ്റിംഗ് കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ പറയും. കുട്ടികൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അവരെ എങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യണം, അതെല്ലാം അവർ പറയും. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് പറയാനുള്ള ഒരു ഇത് തന്നെയാണ് ഈ PTA മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പറയണം. സ്കൂളിൽ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പറയണം, മുൻകൈ എടുക്കണം. ഇനിയാണെങ്കിലും പാരൻസ് ഒത്തുകൂടുക, പാരൻസ് അവിടെ വിടരുത്, ആ സ്കൂളിൽ വിടരുത്. പാരൻസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പറയുക, ഇതിന് പൈപ്പ് ഇടുക, പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ സ്കൂളിൽ വിടാം പറയുക. ഇത്രയും അല്ലെങ്കിൽ അപകടങ്ങളാണ്. മഴ വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്യാനായിട്ട് വലിയ ഇതൊന്നും വേണ്ട. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നനഞ്ഞ കമ്പ് കൊണ്ട് ടച്ചായാൽ മതി, കറണ്ട് വരും. മഴക്കാലത്ത് ഇത്രയും സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തിൽ കുഞ്ഞ് മുകളിൽ കയറിയതാണ് ഇപ്പോൾ ഒരു തെറ്റായിപ്പോയത്. കുട്ടികളാകുമ്പോൾ കുസൃതികൾ കാണിക്കും, അത് മുൻകൂട്ടി കാണണം. അതിനുള്ള അന്തരീക്ഷം, അപകടങ്ങൾ ഉണ്ടാവാത്തൊരു അന്തരീക്ഷം ആദ്യം സൃഷ്ടിക്കണം. സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും അബദ്ധത്തിലൊക്കെ വന്നു കയറുന്ന ഒരു അപകടങ്ങൾ പോലെയല്ല ഇതൊക്കെ കൺമുന്നിൽ കണ്ടിട്ട് കണ്ണടച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അപകടം. ഇതൊക്കെ വരുത്തി ക്ഷണിച്ച് വെക്കുന്ന അപകടങ്ങളാണ്. അല്ലെങ്കിൽ ആ ഷെഡിൻ്റെ മുകളിൽ കയറാൻ പറ്റരുത്. ആ ഷെഡിൻ്റെ മുകളിൽ അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ ആ ലൈൻ കമ്പ്യൂട്ടർ ടച്ച് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ കുട്ടികൾക്ക് അതിനും മാത്രമുള്ള ഒരു ഇത് കാണത്തില്ല. കുട്ടികളാണ്, അവർ കയറും, ഇനി എറിയ വരെ ചെയ്യും. ചിലപ്പോൾ കമ്പെടുത്തൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്.
ചെയ്യുന്നുണ്ട് അവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ആരും ചെന്ന് മനഃപൂർവ്വം ചെന്ന് അതിൽ ചെന്ന് പിടിക്കുന്നതല്ല. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, പ്രതികരിക്കുക. ആരെയാണ് പേടിച്ചിരിക്കുന്നത്? പ്രതികരിക്കുക നിങ്ങൾ. പാരൻസിന് നമ്മൾ സ്കൂളിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയാനായിട്ട് ഒരു പേടിയും വേണ്ട. അവരോട് ഒരു നിങ്ങൾ സ്കൂളിൽ ഒരു തെറ്റുകുറ്റം കണ്ടാൽ അത് അവർ ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളോട് പറയണം. പറയാൻ പേടിക്കരുത്. പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുണ്ടാവില്ല. കുഞ്ഞിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വരും. PTA മീറ്റിങ്ങിന് ആ ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കണം, സ്കൂളിൽ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം, അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് ആ കുട്ടിയാണ് അവിടെ ആദ്യം വേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം വേണ്ടത് ആ കുട്ടിയാണ്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവിടെ സ്കൂളിൽ സേഫായിരിക്കണം. അത് അവരാദ്യം ചെയ്യുക. അല്ലെങ്കിൽ സ്കൂൾ അടച്ചിടുക പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ. KSEBക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ KSEBയിൽ അത് നമ്മൾ അത്രയും പ്രഷർ കൊടുക്കുക. അവർക്ക് പറ്റില്ല, നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല, ഉടനെ തന്നെ നടപടി വേണമെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുക. അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവരത് വീണ്ടും നീക്കം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക. നിയമം വെറുതെ അല്ല ഇരിക്കുന്നത്, കൊടുക്കുക കംപ്ലയിൻറ്റ്. ഇപ്പം ആരാണ് ഒരു അപകടം വരുമ്പോൾ ന്യായീകരിച്ചത് കൊണ്ട് കാര്യമില്ല. അവരവരുടെ ഭാഗം ന്യായീകരിച്ച് എല്ലാവരും കാണിക്കും. ഇവിടെ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്? സ്കൂളുകാർ പഞ്ചായത്തിനെ പറയും, പഞ്ചായത്തുകാർ സ്കൂളിനെ പറയും, പിന്നെ സ്കൂളുകാർ നമ്മുടെ KSEBിനെ പറയും, KSEB തിരിച്ച് ഇവിടെ പറയും. അത് കഴിഞ്ഞ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ മാത്രമായിരിക്കും നടക്കുന്നത്. ഇതിലാർക്ക് നഷ്ടം? ആ കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക്. ഈ താഴ്ന്ന ഊഞ്ഞാല് പോലെ കിടക്കുന്ന 3 ഫേസ് ലൈനും ഇവർ പറയുന്ന നിരത്തി വയ്ക്കുന്ന ആ ന്യായീകരണങ്ങളും കേട്ടിട്ട് ദേഷ്യം വരുവാണ്. കുഞ്ഞ് മോളിൽ കയറിയതിനാണ് അപ്പം തെറ്റായിപ്പോയത്. ദയവ് ചെയ്ത് അധികാരികൾ ആ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന ആ മണ്ണ് സുരക്ഷിതമായിട്ട് വയ്ക്കുക. എന്നിട്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.